അറിഞ്ഞില്ലേ? തൊയ്മ ബീഫ് സ്റ്റാൾ കുളത്തൂപ്പുഴ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയുടെ സ്ലോട്ടർ ഹൗസിൽ നിന്നും എത്തിച്ച് വിൽപ്പന നടത്തുന്നു. ഫോൺ 9207047875. ചടയമംഗലം താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും അലയമണ്ണിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ചണ്ണപ്പട്ട സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ചാർലി കോലത്ത് പറഞ്ഞു. ചടയമംഗലം കേന്ദ്രീകരിച്ച് ഒരു താലൂക്ക് എന്നത് കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യവും സ്വപ്നവുമാണ്. ഇത് സംബന്ധിച്ച് MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ താലൂക്ക് രൂപീകരിക്കുമ്പോൾ പുനലൂരിന്റെ ഭാഗമായിട്ടുള്ള അലയമൺ, ചണ്ണപ്പട്ട വില്ലേജുകളെ പുനലൂരിൽ തന്നെ നിലനിർത്തുമെന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. താലൂക്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം ജനങ്ങളുമായി കൂടി ചർച്ച ചെയ്ത് മാത്രമേ സ്വീകരിക്കൂവെന്നും MLA ഉറപ്പ് നൽകിയതായി ചാർലി കോലത്ത് വ്യക്തമാക്കി. പുതിയ താലൂക്ക് എന്ന് പറയുന്നതിനെ കുറിച്ച് ആലോചന ഇപ്പോൾ ഒരു ബഹുമാനപ്പെട്ട MLA ഒരു സബ്മിഷൻ അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കൊട്ടാരക്കര താലൂക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് 27 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ്. അതിനെ ഡിവൈഡ് ചെയ്ത് ചടയമംഗലമോ കടയ്ക്കലോ താലൂക്ക് ആസ്ഥാനമാക്കണമെന്ന് ഒരു അഭിപ്രായം അസംബ്ലിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കുമ്പോൾ തീർത്തും നമ്മളുടെ ചണ്ണപ്പേട്ട, അലയമൺ വില്ലേജുകളെ പുനലൂരിൽ തന്നെ നിലനിർത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ വില്ലേജുകളെക്കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ വില്ലേജും ഈ 12 വില്ലേജ് അദ്ദേഹത്തിൻ്റെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലുണ്ട്. അത് അവതരിപ്പിച്ചപ്പോൾ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വില്ലേജുകളും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഈ വില്ലേജിന് താലൂക്ക് വേണമെന്നുള്ള ആവശ്യം, ചടയമംഗലം ആസ്ഥാനമായി താലൂക്ക് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അദ്ദേഹം MLA ആയപ്പോൾ അത് വീണ്ടും അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രാഥമിക നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വെളിനല്ലൂരും ചണ്ണപ്പട്ടയും അലയമണ്ണും ഈ 3 വില്ലേജുകളെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ, വെളിനല്ലൂരിനെ കൊട്ടാരക്കരയും ചണ്ണപ്പേട്ട അലയമണ്ണിനെ പുനലൂരും നിലനിർത്തിക്കൊണ്ട് മാത്രമേ പുതിയ പ്രപ്പോസൽ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട വില്ലേജുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അലയമണ്ണും ചണ്ണപ്പട്ടയും അതിനകത്ത് ഉൾപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആളുകളുടെ ആവശ്യങ്ങളനുസരിച്ചും അവരുടെ സൗകര്യം അനുസരിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. താലൂക്കുകളൊന്നും പെട്ടെന്നൊന്നും നാളെയൊന്നും ഉണ്ടാകാൻ പോകുന്ന കാര്യമല്ല. അത് വളരെ ആലോചിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരാശങ്കയ്ക്കും കാര്യമില്ല. അത് ഈ താലൂക്കും ജില്ലയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എന്തെല്ലാം പ്രൊസീജിയർ ഉണ്ടെന്നറിയാമോ? ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. പഞ്ചായത്തുമായിട്ട് ചർച്ച ചെയ്യും, പൊതുജനങ്ങളുമായി ചർച്ച ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ചെയ്യത്തുള്ളൂ. ചടയമംഗലം കേന്ദ്രീകരിച്ച താലൂക്ക് രൂപീകരിക്കുമ്പോൾ അലയമൺ, ചണ്ണപ്പട്ട വില്ലേജുകൾ പുനലൂർ താലൂക്കിന്റെ ഭാഗമായി തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ചാർലി കോലത്തിന്റെ പ്രതികരണം. നാട്ടുവാർത്ത, അഞ്ചൽ.